ദേശീയ രാഷ്ട്രീയത്തിൽ CPM-ൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്ന കാലമാണ്. ആ സമയത്താണ് MA ബേബി എത്തിയിരിക്കുന്നത്. MA ബേബിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അറിയേണ്ടത്. EMS ഇരുന്ന കസേരയിലാണ് MA ബേബി ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, EMS ഇരുന്ന കസേരയിലാണ് ബേബി ഇരുന്നത് എന്ന് പറയുമ്പോൾ EMS ഇരുന്ന കാലത്തെ പാർട്ടിയല്ല ബേബി ഇരിക്കുമ്പോഴത്തെ പാർട്ടി. അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഓർമ്മയുണ്ടാവും, 90കളുടെ തുടക്കത്തിൽ 52 or 53 MP-മാരുണ്ടായിരുന്നൊരു പാർട്ടിയാണ് ഈ പാർട്ടി. അതെ, അന്ന് ഐക്യമുന്നണി സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഏറ്റവും വലിയൊരു പാർട്ടിയായിരുന്നു ഈ പാർട്ടി. ഒരു തിരുത്തൽ ശക്തിയായിരുന്നു. ആ ഗവൺമെൻറ്റിനെ CPM പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന സമയത്താണ് വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് ലെജിസ്ലേഷൻസ് കൊണ്ടുവന്നത്. വിവരാവകാശ നിയമം ഉൾപ്പെടെ ഒരുപാട് ലെജിസ്ലേഷൻസ് അന്ന് ഐക്യമുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്നത്. ആ ഗവൺമെൻറ് ആ പാർട്ടി ശക്തമായി പുറത്തുനിന്ന് പിന്തുണച്ചപ്പോഴാണ്. അപ്പം EMS ഇരുന്ന അല്ലെങ്കിൽ സുർജിത്തിരുന്ന ഇനി സുർജിത്തിരുന്ന സമയത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അതും കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യണം. സുർജിത്തിരിക്കുന്ന സമയത്ത് ഐക്യമുന്നണിയുടെ ചെയർമാൻ ലല്ലു പ്രസാദ് യാദവ് ആയിരുന്നു. UF ആയിരുന്നല്ലോ ഒന്ന് ഭരിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നത് പിന്നെ ഐക്യ ഗുജറാളോ ഒക്കെ ആയിരുന്നു പ്രധാനമന്ത്രി ദേവഗൗഡ. അന്ന് ഐക്യമുന്നണിയായിരുന്നു. ഐക്യമുന്നണിയുടെ ചെയർമാൻ ലല്ലു പ്രസാദ് യാദവ്. അന്ന് അയാൾ ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ആ ലല്ലു പ്രസാദിന് അന്ന് അയാൾ പിന്നെ ഐക്യമുന്നണിയുടെ ചെയർമാനായിട്ടിരിക്കുമ്പോഴാണ് കാലിത്തീറ്റ കുംഭകോണത്തിൽ CBI അയാളെ പ്രതി ചേർക്കുന്നത് ആദ്യമായിട്ട്. ആ പ്രതി ചേർത്ത സമയത്ത് CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് ആ മിനിറ്റിൽ തന്നെ പ്രസ്താവന ഇറക്കി അയാൾ രാജിവെക്കണം. എന്ത് സംഭവിച്ചെന്നറിയാമോ? അയാൾ ഐക്യമുന്നണിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സുർജിത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വരുന്നു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഒരു പാർട്ടി ആയിരുന്നു അന്നത്തെ CPM. ആ സ്ഥാനത്ത് ആ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ 2007 375 കോടി രൂപ ഖജനാവിന് നഷ്ടമുണ്ടാക്കിയ ലാവ്ലിൻ കേസിൽ പ്രതിയായിരുന്നപ്പം അയാൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയില്ല, പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനത്ത് മാറിയില്ല. ഇപ്പോൾ അയാൾക്കെതിരെ കേൾക്കാൻ ഇനി അഴിമതി ആരോപണം വല്ലതും ഉണ്ടോ? ഡോളർ കള്ളക്കടത്ത് കേസ്, മറ്റേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുതൽ മാസപ്പടി കേസ് മുതൽ ഇനി കേൾക്കാനൊന്നുമില്ല. എന്നിട്ടും അയാൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സുർജിത്തിൻ്റെ കാലത്തെ പാർട്ടി ഇപ്പോഴത്തെ പാർട്ടി മനസ്സിലായോ? സുർജിത്തിൻ്റെ കാലത്തെ പാർട്ടി കാലത്തെന്തായിരുന്നു? ബംഗാളിൽ അധികാരത്തിൽ, ത്രിപുരയിൽ അധികാരത്തിൽ, കേരളത്തിലും ഇടപെട്ട അധികാരത്തിൽ. അതായിരുന്നു സുർജിത്തിൻ്റെ കാലത്തെ പാർട്ടി. ഇന്നത്തെ പാർട്ടി എന്താ? ഇന്നത്തെ പാർട്ടിക്ക് ഇന്ത്യയിൽ 1.74% വോട്ടേ ഉള്ളൂ. മനസ്സിലായില്ലേ? ബംഗാളിലും ത്രിപുരയിലും പൊടി പോലും കാണാനില്ല. ഈ പാർട്ടിയുടെ പൊടി കാണാനില്ല എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി എന്താ? 35 വർഷമാണ് ബംഗാളിൽ ഭരിച്ചത്. ത്രിപുരയിൽ 30 വർഷത്തോളം ഭരിച്ചു. ബംഗാളിൽ 35 വർഷം ഭരിച്ചു എന്ന് പറഞ്ഞാൽ 5-6 തവണ അധികാരത്തിൽ കയറി. ഓരോ തവണ 50% കൂടുതൽ വോട്ടിലാണ് അധികാരത്തിൽ കയറിയത്. 296 അംഗ നിയമസഭയിൽ 200-ലധികം മെമ്പർമാരുമായിട്ട് 4-5 തവണ ഭരിച്ച ബംഗാളിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 29 സ്ഥലത്ത് മത്സരിച്ചതിൽ കെട്ടിവെച്ച കാശ് 2 കിട്ടിയത്. കെട്ടിവെച്ച കാശും തോൽവിയും ചെയ്യും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ 19 സ്ഥലത്തും തോറ്റെങ്കിലും 2ാം സ്ഥാനത്താണ്, തോറ്റെന്നേ ഉള്ളൂ. പക്ഷേ അവിടെ 29 സ്ഥലത്ത് മത്സരിച്ചിട്ട് കെട്ടിവെച്ച കാശ് 2 സ്ഥലത്താണ് കിട്ടിയത്. ത്രിപുരയിൽ 4-5 തവണ ഭരിച്ചെടുത്ത് പട്ടിയെ തല്ലുന്ന പോലെയാണ് എടുത്തിട്ട് ചതയ്ക്കുന്നത്. ബംഗാളിൽ നല്ല ശതമാനം പാർട്ടി ഓഫീസുകളും BJP-യുടെ പാർട്ടി ഓഫീസുകളായിട്ട് മാറിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഇന്നത്തെ പാർട്ടി. ഈ പാർട്ടിക്ക് അഖിലേന്ത്യാ തലത്തിൽ 1.74% വോട്ടേ ഉള്ളൂ. ഡൽഹിയിൽ ഏതാണ്ട് 1300, 1500, 2000 വോട്ടോ മറ്റാ ഡൽഹിയിൽ കിട്ടിയത്. മനസ്സിലായി? തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ തോളെ കയറി ഇരുന്നുകൊണ്ട് അവിടെ 1-2 ഉണ്ട്. പിന്നെ കർണാടകത്തിൽ എന്തുകൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. മനസ്സിലായി? കർണാടകത്തിലുണ്ട്. കേരളത്തിലെ പാർട്ടിയുടെ അവസ്ഥ എന്താ? കേരളത്തിൽ 2024 മത്സരിച്ചപ്പം ആകെ ജയിച്ചത് 20,000 വോട്ടിന് ഏലത്തൂരിൽ മാത്രമാണ്. എന്ന് മാത്രമല്ല തോറ്റത് എങ്ങനെയാണ്? മലപ്പുറത്തും പൊന്നാനിയിലും 2.5-3 ലക്ഷം വോട്ടിനാണ് തോറ്റത്. 10ഓളം സീറ്റുകളിൽ 1 ലക്ഷം ഭൂരിപക്ഷത്തിന് തോറ്റു. അപ്പോൾ ഏതാണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് അന്ത്യകൂതാശ കിടന്ന് കഴിഞ്ഞിട്ട് ഇത് ക്ലിനിക്കലി ഡെഡായിട്ട് കിടക്കുന്നൊരു പാർട്ടിയാണ് ഈ പാർട്ടി. മനസ്സിലായില്ലേ? നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ ഇങ്ങനെ വെന്റിലേറ്ററിൽ ഇടുമല്ലോ, ഈ വെന്റിലേറ്റർ മാറ്റിക്കഴിഞ്ഞാൽ മരിക്കുമല്ലോ. ആ സ്റ്റേജിലാണ് ഈ വെന്റിലേറ്റർ ഒന്ന് മാറ്റിയാൽ മതി, അപ്പോൾ തീരുകയാണ്. അതാണ് പാർട്ടി. അപ്പോൾ അങ്ങനൊരു പാർട്ടി
ദേശീയ തലത്തിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക എന്ന് ചോദിക്കാനുള്ള വിജയനാഥിൻ്റെ ഒരു തൊലിക്കെട്ടി അതിനെ അല്ല ഈ ഇങ്ങനെ ഇത്രയും ആയി സ്ഥിതിക്ക് ഈ പത്രങ്ങളെല്ലാം ബേബിയെ അങ്ങ് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്കൊരു സംശയം, ഈ മുങ്ങിത്താഴുന്ന കപ്പലിന്റെ ക്യാപ്റ്റൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. അല്ല ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ പത്രങ്ങളുടെ അവസ്ഥ എന്താ ഇന്നത്തെ? പത്രങ്ങൾക്ക് ഇപ്പം മലയാള മനോരമ പോലും 10 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്നു പോകുന്നു അവരുടെ ഏതോ ഒരു മുന്തിയ മാധ്യമപ്രവർത്തനം പറഞ്ഞു എന്ന് പറയും. പത്രം ആരാണ് ഇപ്പം നോക്കുന്നത്? ഈവൻ TV പോലും ഇപ്പോൾ ആരും നോക്കുന്നില്ല. ഞാൻ തന്നെ ചാനലിൽ എന്നെ അങ്ങനെ ചാനലൊന്നും അദ്ദേഹം വിളിക്കാറില്ല, ചാനലിൽ പോകുന്ന ഞാൻ നിർത്തി. ഇപ്പോൾ ആളുകൾ യൂട്യൂബ് മാത്രം കാണുന്നു, ഫേസ്ബുക്ക് പോലും കാണുന്നില്ല. അപ്പോൾ പത്രങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണ്ടേ, അവർക്ക് വരുമാനം വേണ്ടേ? ആ വരുമാനം കൊടുക്കുന്നത് പിണറായി വിജയനല്ലേ കേരളത്തിൽ, സ്വാഭാവികമായും അത് ചെയ്യും. പിന്നെ 35,000 ബ്രാഞ്ചും 4-5 ലക്ഷം പാർട്ടി അംഗങ്ങളും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ അവർ ഒരു ദിവസത്തേക്കെങ്കിലും ഒന്ന് വായിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇത് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊന്നും ഒരു ഇമ്പാക്റ്റും ഇല്ല. പിന്നെ കുറച്ച് ഇമ്പാക്റ്റ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ അത് സീതാറാം യെച്ചൂരിക്ക് കോൺഗ്രസ് നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയും മറ്റേ അവരുടെ അമ്മ സോണിയാഗാന്ധിയൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധം, അത്രയേ ഉള്ളൂ. CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് ദേശീയ തലത്തിൽ എന്ത് സ്വാധീനം ചെലുത്താൻ എന്താണ് അവരുടെ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ സ്വാധീനം വരുന്നത്. 1.5% വോട്ടുള്ളൊരു പാർട്ടി അവിടെ ചെന്നിട്ട് എന്ത് അസർട്ട് ചെയ്യാൻ അവർക്ക് കഴിയും? അവർക്ക് അസർട്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെ കേരളത്തിൽ കോൺഗ്രസ്സാണ് മുഖ്യ പ്രതിപക്ഷം. അതുകൊണ്ട് ഈ ചെകുത്താനും കടലിനും ഇടയ്ക്ക് നിൽക്കാം ബേബിക്ക് എന്നുള്ളതല്ല. അപ്പോൾ കേരളത്തിലോട്ടായിരിക്കും കൂടുതൽ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇവിടെ അല്ലേ ഉള്ളൊരു പച്ച തുരുത്തായിട്ട് നിൽക്കുന്നത്. അല്ല, അത് സ്വാഭാവികമാണല്ലോ. കാരണം ത്രിപുരയിൽ ഇതില്ല, പശ്ചിമ ബംഗാളിലും ഇതില്ല. പശ്ചിമ ബംഗാളിൽ ഞാൻ പറയായിരുന്നു 2011 പോയത്. 2011 പോയി നിയമസഭയിൽ, 2016 പോയി, 2021 പോയി. 3 നിയമസഭ. അതിനിടയിൽ ഒരു 3-4 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട്. 2014 വന്നു, 2019 വന്നു, 2024 വന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 7-8 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി തോറ്റു. നമ്മളത് കണ്ടിട്ടില്ല. ത്രിപുരയിലും അതുപോലെ തന്നെ. ത്രിപുരയിൽ ഇപ്പം ഇങ്ങനൊരു സാധനത്തെക്കുറിച്ച് കേൾക്കാൻ പോലും ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമുക്കറിയാമല്ലോ അതിൻ്റെയൊക്കെ ഒരു സ്ഥിതി എന്താണ്. കുറച്ച് ട്രേഡ് യൂണിയനും അതുമൊക്കെ ആയിട്ട് കുറച്ച് സമരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ ശ്രദ്ധിക്കാൻ കേരളം മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ ഇന്ത്യ മുന്നണിയിൽ ഒരു പാർട്ടിയായിട്ട് ഇന്ത്യ മുന്നണിയിൽ ഇങ്ങനെ തുടരാം. പാർട്ടി കോൺഗ്രസ് ഒക്കെ നടക്കുമ്പം എന്തോ വലിയ പാർട്ടിയാണെന്നുള്ള നിലയിലൊക്കെ പ്രസ്താവന ഇറക്കാം. എന്നുള്ളതിനപ്പുറത്ത് ഈ പാർട്ടിക്ക് പിന്നെ എന്ത് സ്വാധീനമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ചെലുത്താൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയുന്ന നിലയിൽ ഈ പാർട്ടിയുടെ ഒന്നും ഇല്ല. അപ്പം എത്ര MP-മാർ എത്രയുണ്ട്? 3-4 MP-മാരുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ചെലുത്തുമെന്ന് വെച്ച് കഴിഞ്ഞാലല്ലോ വിജയനാഥ്, ഇപ്പോൾ പല സ്ഥാനങ്ങളിലും ഉണ്ടല്ലോ ഇരിക്കുന്ന ആൾ വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ എടുത്തു നോക്കൂ. കേരളത്തിലുള്ള ഏറ്റവും ചെറിയൊരു ഈർക്കിൽ പാർട്ടിയാണ് RSP. ഏറ്റവും ചെറിയ ഈർക്കിൽ പാർട്ടിയാണ്. പക്ഷേ RSPക്ക് ഒരു നേതാവുണ്ട്, NK പ്രേമേന്ദ്രൻ. അയാൾ ഉണ്ടാക്കുന്ന ചലനം ചെറുതല്ല. മനസ്സിലായി? അപ്പോൾ വ്യക്തികൾ വളരെ പ്രധാനമാണ്. VS അച്യുതാനന്ദൻ LDF കൺവീനറായിട്ടുണ്ട്, MM ലോറൻസ് LDF കൺവീനറായിട്ടുണ്ട്, വൈക്കം വിശ്വൻ LDF കൺവീനറായിട്ടുണ്ട്, പാലടി മമ്മൂട്ടി LDF. പക്ഷേ VS അച്യുതാനന്ദൻ LDF കൺവീനറായിരുന്ന കാലഘട്ടത്തിൽ അയാളെടുത്ത നിലപാടുകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഈ പിന്നെ മുല്ലപ്പെരിയാർ വിഷയമൊക്കെ ഏറ്റവും ആദ്യം അന്ന് അക്കാലത്താണ് VS അച്യുതാനന്ദൻ എടുക്കുന്നത്. ഞാൻ തന്നെ VS അച്യുതാനന്ദനായിട്ട് ബന്ധം തുടങ്ങുന്നത് തന്നെ അയാൾ LDF കൺവീനറായിരുന്നു. അയാളായിരുന്നു. അപ്പം ഇരിക്കുന്ന നേതാക്കന്മാരുടെ അസർട്ടീവ്നെസ് പ്രധാനമാണ്. അവിടെ ചിലപ്പം ബേബി ചെറിയൊരു സ്പേസ് ഉണ്ടാക്കി കൂടായികയില്ല. മനസ്സിലായോ? അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാവുന്ന ഒരു അടിത്തറ ഈ സാധനത്തിനില്ല. ഇത് മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിൽ തന്നെ ഇന്നോ നാളെയോ ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ തന്നെ ഈ വെന്റിലേറ്റർ എടുക്കുന്നിടം വരെയുള്ള ആയുസ് ഇതിനുള്ളൂ. വെന്റിലേറ്ററിൽ ഇങ്ങനെ കിടക്കുകയാണ്. വെന്റിലേറ്ററിൽ എന്ന് ഊരുന്നോ അത് തീരും എന്നുള്ള നിലയിലാണ് കേരളവും. അപ്പോൾ ഇത് മൂന്നും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം DMKക്ക് ഇന്ത്യ മുന്നണിയിലുള്ള ശക്തി എന്തുകൊണ്ടാ? DMKക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഡസൻ കണക്കിന് MP-മാർ തമിഴ്നാട്ടിൽ നിന്നുണ്ട്, ഇല്ലേ? ഇപ്പം ഈവൻ മുസ്ലിം ലീഗിന് പോലും 2 MP-മാർ കേരളത്തിൽ നിന്നുണ്ട്. അതിൻ്റെ ഒരു സാധനം അവർക്കുണ്ട്. ഇവിടെ
ആ പാവപ്പെട്ട കെ രാധാകൃഷ്ണൻ മാത്രമാണ് കേരളത്തിൽ. എന്ത് ചെയ്യാൻ പറ്റും? ഇത് പാർട്ടിയുടെ സ്ഥിതി. ഇനി ബേബിയുടെ കഴിവുകേടും എങ്ങനെയാണ്? അല്ല, ബേബിയെ സംബന്ധിച്ചിടത്തോളം ബേബിക്ക് ചെറിയൊരു സ്പേസൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം ബേബിക്ക്. കാരണം ഇന്ന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ ബേബി തന്നെയാണ്. കാരണം അയാൾക്ക് അത്യാവശ്യം നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം. അയാൾ ഡൽഹിയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അയാൾ CPM-ൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമായിട്ടൊക്കെ അയാൾക്ക് നല്ല ബന്ധമുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുമൊക്കെ ആയിട്ട് അയാൾക്ക് നല്ല ബന്ധമുണ്ട്. പക്ഷേ അയാളുടെ ഒരു പ്രശ്നം എന്താണ്? കോൺഗ്രസ്സാണ് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷം. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ അയാൾക്ക് കയറി എന്തെങ്കിലും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ അതേസമയം കേന്ദ്രത്തിൽ BJP വിരുദ്ധത ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ചെകുത്താനും കടലിനും ഇടയിലാണ്. അയാൾക്ക് എന്ത് ഒരു വശത്ത് ഇവിടുന്ന് ഉള്ള ഉൾപ്പിരിവുകൾ, മറുവശത്ത് BJP-യെ ചെറുക്കുന്നതിനുള്ള ഉൾപ്പിരിവുകൾ, ഇത് രണ്ടിനും ഇടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഉള്ള വലിച്ചിലിൽ ഇയാൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.